നമസ്കാരം, നൗഷറാണേ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മറ്റാരെ കുറിച്ചല്ല, നമ്മുടെ ഒലീവിയ ഡിസൈൻസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഇവിടെ ഷെഫീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്നാലും വിചാരിച്ചത് എന്താണ്, ആ പെൺകുട്ടികൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ രംഗത്തിറങ്ങിയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നലത്തെ ഇവരെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ ഈ പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല, ഇവരുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രം വന്നതാണെന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നലത്തെ ഇവരെ ഒരു പ്രകടനം കണ്ടപ്പോൾ മനസ്സിലായത്. സംഭവം എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഈ പെൺകുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സംഭവങ്ങളൊക്കെ ഈ ഒരു ഒലിവിയ ഡിസൈൻസിനകത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഇന്നലെ വന്നിട്ട് ആ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ കിടന്ന്, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ മുൻപിൽ കിടന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് കേട്ടു നോക്ക്. കേട്ടില്ലേ? വെപ്പാട്ടീസ് ഇൻ ഹോം എന്നും പറഞ്ഞാണ് ഇവർ ഇവിടെ കിടന്ന് അലമുറയിടുന്നത്. അതിനകത്തും തിരിച്ചു വിളിക്കുന്നുണ്ട്, എന്താണ്, താത്താസ് ഗോ ബാക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ, അതായത് ഇവർ വിളിച്ചു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെപ്പാട്ടീസ് ഇൻ ഹോം എന്നാണ് പറയുന്നത്. അതായത് അവിടെ സിബിയുടെ വെപ്പാട്ടികളാണ് അതിനകത്തുള്ളതെന്നാണ് ഈ ഷെഫീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ കുറേ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒലിവിയ ഡിസൈൻസിനെ ന്യായീകരിച്ചൊന്നും വീഡിയോ ചെയ്യില്ല കേട്ടോ. അവർ ചെയ്ത് തെറ്റാണ്, അത് നമ്മൾ എപ്പോഴും തെറ്റെന്ന് തന്നെ വേണം പറയും. പക്ഷേ ആ ഒരു കാര്യം ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ വന്നിട്ട് അതിനകത്ത് ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ അധിക്ഷേപിക്കാൻ ഇവർക്ക് എന്താണ് അവകാശം? അതിനകത്ത് ജോലി ചെയ്യുന്നത് കുറച്ച് പെൺകുട്ടികളാണ്. കുറേ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് ഈ ഷെഫീന എന്ന് പറയുന്ന ഈ സ്ത്രീ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ജോലി ചെയ്യുന്നത് പെൺകുട്ടികളാണെന്ന് മനസ്സിലാക്കാതെ അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പുറത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത്? പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ളതും പെൺകുട്ടികളാണ്, പുറത്തേക്കുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ഒലിവിയ ഡിസൈൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമുണ്ട്. ഇതിനകത്ത് കുറച്ച് പെൺകുട്ടികൾ പറയുന്നുണ്ട് അവരുടെ ആ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അവരതിനകത്ത് ജോലി ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. അവരെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അതിനകത്ത് അവർ ജോലി ചെയ്യുന്നത്. അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവരതിനകത്ത് ജോലി ചെയ്യുന്നത്. കാരണം അവർക്ക് ജോലി ഇല്ലാതെ പറ്റത്തില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളെ കൂടി ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ പുറത്തുനിന്ന് ആക്ഷേപിക്കുമ്പോൾ ഇവർ ഏത് സ്ത്രീ വിഭാഗത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സിബി ചെയ്ത തെറ്റ്, അച്ചു ചെയ്ത തെറ്റ്. പക്ഷേ അതിനകത്ത് ജോലി ചെയ്യുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരതിനകത്ത് ജോലി ചെയ്യുന്നുള്ള കാര്യം മറന്നു പോയിട്ടാണ് ഈ ഷെഫീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഈ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വെപ്പാട്ടീസ് ഇൻ ഹോം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിലപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം സ്ത്രീജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ത്രീയാണ് ഇവരെങ്കിൽ ഒരു കാരണവശാലും ഇവരെ വായിന്ന് വീഴാൻ പാടില്ലാത്ത ഒരു വാക്ക് ആണ് ഇവർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. കാര്യം എത്രത്തോളം ആയാലും അവരും ഒരു സ്ത്രീയാണ്, അതിനകത്ത് നിൽക്കുന്നത് കുറേ പെൺകുട്ടികളാണ്, അവരും സ്ത്രീകളാണ്, ഈ പരാതിയുമായിട്ട് വന്ന ഇവരും സ്ത്രീകളാണ്. അപ്പോൾ എല്ലാവരും അവരെ ആ ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ നമ്മളും ഇതൊക്കെ അവിടെ മാന്യമായിട്ട് വന്നവർക്ക് ഡീൽ ചെയ്തിട്ട് പോകാം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇവരെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഇവരിവിടെ വന്ന് കടന്ന് കോപ്രായങ്ങൾ കാണിക്കുമ്പം നമ്മൾ ഏതർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഒരിക്കലും നമ്മൾ സിബിയെ ന്യായീകരിക്കുന്നില്ല, അച്ചുവിനെ ന്യായീകരിക്കുന്നില്ല. അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അവർക്ക് തന്നെ ലഭിച്ചിരിക്കണം. കാര്യം ഈ പെൺകുട്ടികളെ ഇതേ കൂട്ടത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇവർക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇവരുടെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും വെറും ഊളത്തരവും തെണ്ടിത്തരവും ചെറ്റത്തരവുമാണ് ഇവർ പറയുന്നത് ഞാൻ പറയത്തുള്ളൂ. അല്ല വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ.